നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ പിണറായി സത്തിന് ഏതാണ്ട് അന്ത്യം കുറിക്കാറായിരിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്കും വ്യക്തമായി തുടങ്ങിയിട്ടുണ്ടോ? കാരണം അവരും പാളയം മാറാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പോലെയാണ്. ഈ രഞ്ജിത്തിന്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമ്മൾ ആരും അത്രയും കണക്ക് കൂട്ടിയില്ല. രഞ്ജിത്തിനെ ആ സെക്കൻഡിൽ തന്നെ പോലീസ് പോയി അറസ്റ്റ് ചെയ്യുന്നു. നമ്മൾ കരുതിയത് ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമായതുകൊണ്ട് സർക്കാരിന് മറ്റു പോംവഴികളില്ലാത്തത് കൊണ്ട് നടത്തിയ തിടുക്കപ്പെട്ടുള്ളൊരു നീക്കമാണ് എന്നായിരുന്നു. എന്നാൽ ശരിക്കും അത് മാത്രമാണോ അതിനുള്ളിലുള്ള ഒരു വസ്തുത? അതോ ഈ പറയുന്ന പോലെ തന്നെ ഈ പിണറായിസത്തിന്റെ ഈ കടക്ക് പുറത്ത് എന്നൊക്കെ ഉള്ളത് ഇനി ഉണ്ടാകില്ല, അതിനൊരു മാറ്റം വരാൻ പോകുന്നു എന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്കും IAS-കാർക്കും IPS-കാർക്കും ഒക്കെ ബോധ്യപ്പെട്ടതിൻ്റെതാണോ എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന പോലെ തന്നെ ഒരു തരത്തിലും പിണറായിയുടെ ഏകാധിപത്യത്തെ അംഗീകരിക്കാൻ അടിച്ചമർത്തലായിരുന്നു ഈ പറയുന്ന IAS-കാരും IPS-കാരും ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരുന്നത്. ഇനിയും അതിന് തങ്ങൾക്ക് തയ്യാറല്ല എന്നുള്ളത് അവരും തിരിച്ച് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. രസകരമാണ് ഇപ്പോൾ കാണുന്ന പല സംഭവ വികാസങ്ങളും. വലിയ ഈ ജർമ്മൻ ഷെപ്പേർഡിനെ പോലെയുള്ള വൻപൻ നായ്കളെയൊക്കെ ഒരു ഇരുമ്പ് കൂട്ടിലിട്ട് പൂട്ടി അതിനുള്ളിലേക്ക് വല്ലപ്പോഴും വല്ല തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് യജമാനിങ്ങനെ പുറത്ത് കർക്കശക്കാരനായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ. ഇപ്പോൾ ആ പൂട്ട് പൊട്ടിച്ച് ഇതുങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് ചാടി പിണറായി ഓടുക. കാരണം എന്തൊക്കെ വൈരാഗ്യവുമായിട്ടാണ് ഇവർ പുറകെ ഇട്ട് ഓടിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഈ പോലീസ് ഉദ്യോഗസ്ഥർ വലിയൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുക ഒരു വശത്ത്, മറുവശത്ത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വലിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുക. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രമുഖ IAS-കാരിൽ ഒരാളായ ഡോക്ടർ B. അശോകുമായി ഒരു അഭിമുഖം നമ്മൾ നടത്തി. അതിൽ പിണറായി വിജയന് മുന്നിൽ പോയി പഞ്ചപുച്ഛ മടക്കി ഭയത്തോടെ ഇരിക്കുന്ന നമ്മുടെ സെക്രട്ടറിമാരുടെ കഥ കേട്ടപ്പോൾ നടുങ്ങിപ്പോയി. ഇടയ്ക്ക് അബദ്ധത്തിലൊരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം. മറുവശത്തൊരു ഇരുമ്പ് മറകെട്ടിയ കഥ നമ്മൾ കേട്ടു. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഇപ്പോൾ പഴയതുപോലെ സാധാരണ ആളുകൾക്കൊന്നും ഇരച്ചു കയറി ചെല്ലാൻ കഴിയില്ല. അതൊക്കെ ഇരുമ്പ് മറയ്ക്കുള്ളിലാക്കി. അവിടെ നിന്നൊരു പേപ്പറോ ഒരു ഫയലിൻ്റെ പോർഷനോ അതിൻ്റെ ഒന്നും ഒരു ഫോട്ടോ പോലും പുറത്തേക്ക് പോകില്ല. അതൊന്നും കോപ്പി എടുക്കാൻ കഴിയില്ല, അതൊന്നും മൊബൈലിൽ പകർത്താൻ കഴിയില്ല. അതൊക്കെ കർക്കശ നിരീക്ഷണത്തിലാണ്. CCTV അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രോംപ്റ്റായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇടിമിന്നലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇരുമ്പ് ചട്ടക്കൂടിൽ വളരെ ഭയത്തോടെ കഴിയുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥ വൃന്ദം. അവരാണിപ്പോൾ ഇരുമ്പ് മറ പൊട്ടിച്ച് പുറത്തേക്ക് ചാടിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ പേപ്പറുകളും തെളിവുകളുമാണ്. നാളെ ഈ ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയോട് ഒട്ടി നിന്ന മാഫിയകളും ഗുണ്ടകളും പീഡകരുമൊക്കെ വിരണ്ടു നിൽക്കുന്നു. ആദ്യം ഈ വലയിൽ നിന്ന് പുറത്തേക്ക് വീണത് രഞ്ജിത്താന്നേ ഉള്ളൂ. ഇതുപോലെ പലരും ഇനി വീഴാനുണ്ട്. രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്തിൻ്റെ ഒരു പ്രസംഗം മാത്രം മതി അയാൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ. SFI-കാരനായിരുന്നു എന്നുള്ളൊരു പ്രസംഗമുണ്ടല്ലോ. ഇങ്ങോട്ടൊന്നും കാട്ടി വരട്ടാൻ നോക്കേണ്ട, ഇത് SFI രക്തമാണ് എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം. ആ SFI രക്തമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഈ നിയമ നടപടിയിൽ വിരണ്ടുണങ്ങി മജിസ്ട്രേറ്റിൻ്റെ വീടിന് മുന്നിൽ പോയി കയ്യും കൂപ്പി നിൽക്കുന്ന ചിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആശുപത്രിയിൽ പോയി വൈദ്യപരിശോധനയ്ക്ക് ഇരിക്കുന്ന ചിത്രം കണ്ടു. എല്ലാറ്റിനുമൊടുവിൽ ജയിലിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ മാടമ്പിയെ നമ്മളിപ്പോൾ കാണുന്നു. എവിടെ പോയി SFI രക്തം? ഇങ്ങോട്ടേക്കൊന്നും കാട്ടാൻ കഴിയില്ല എന്നുള്ള ഒരു മുഷ്ക് എവിടെ പോയി? അപ്പം ആ മുഷ്ക് എന്ന് പറയുന്നത് ഇന്നലകളിൽ അയാൾ ആർജിച്ചെടുത്ത CPM സുരക്ഷയായിരുന്നു. അത് പൊളിഞ്ഞുവെന്ന് അയാൾക്ക് ബോധ്യമായി. അവിടെയാണ് ഇത്തരം ബിംബങ്ങളിപ്പോൾ താഴെ വീഴുന്നത്. ഏറ്റവും ഒടുവിലിത അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്ന അയാളെ സഹായിക്കാൻ നോക്കി. നമുക്കറിയാം, അവിടെ ഒരു ഹോട്ടലിൽ ഒരു രഹസ്യമുറി ഒരുക്കി അവിടെ ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത് രഞ്ജിത്തിനെ, ബോബി കുര്യൻ എന്ന നടൻ. ആ നടനെ പോലീസ് ചോദ്യം ചെയ്യാനായി ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ്. പിന്നെ ശാലിനി എന്നൊരു സഹസംവിധായിക. ഈ സഹസംവിധായികയായിരുന്നു അന്ന് കാരവനിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ എന്ന് നമുക്കറിയില്ല. കാരണം ഒരു സഹസംവിധായിക കാരവനിലുണ്ടായിരുന്നു എന്ന് പോലീസിന് മുന്നിൽ ആദ്യം രഞ്ജിത്ത് പറയുന്നു. അങ്ങനെയൊക്കെ ഒരു സ്ത്രീയുടെ മുന്നിൽ വെച്ചാണോ ഈ കടന്നാക്രമണം നടന്നത്? കേരളം കൂടുതൽ നടുങ്ങണം. ഈ ശാലിനിയെ പോലീസ് എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്?
ബോബി കുര്യൻ രഞ്ജിത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ ശാലിനിയുടെ റോൾ എന്താണ്? അഥവാ ഈ പീഡനത്തിനിരയായ ഈ യുവതി കാരവനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ആരായിരുന്നു സാക്ഷി? അവിടെ ശാലിനി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ദുരൂഹതകൾ. രഞ്ജിത്ത് വീണു എന്നത് മാത്രമല്ല, ഇതൊരു സംവിധാനത്തിൻ്റെ വീഴ്ചയാണ്. രഞ്ജിത്ത് ഒരു ഉപകരണം മാത്രം. ആ ഉപകരണം നിലത്ത് വീണ് ഉടയുന്നു. 7 വർഷം അയാൾ സിനിമാ ലോകത്തിന് പുറത്തായിരുന്നു. ഇതിനിടയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനൊക്കെ ആയിരുന്നു. പക്ഷേ 7 വർഷങ്ങൾക്കിടയിൽ അയാൾ നിരവധി വിവാദങ്ങളിൽപ്പെട്ടു. ആദ്യം നമുക്കറിയാം, മദ്യപിച്ച് ലക്കില്ലാതെ ചലച്ചിത്ര മേള നടക്കുന്ന വേദിയിൽ ഇയാൾ പുലഭ്യം പറയുന്നത് പോലെ പ്രസംഗിക്കുന്നൊരു കാഴ്ച. അന്ന് ആളുകൾ ആദ്യമായി ഇയാളെ വെറുത്തു. പിന്നീടാണ് ഒരു ബംഗാളി നടിയുടെ ആരോപണം, പിന്നീട് ഒരു യുവാവിൻ്റെ ആരോപണം, പ്രകൃതി വിരുദ്ധത, എന്തൊക്കെ ആരോപണങ്ങൾ. അതിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെട്ടു എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതിന് പിന്നിൽ പാർട്ടിയുണ്ട്. കാരണം കോടതിയിൽ ആരാണ്? പ്രോസിക്യൂഷനല്ലേ കേസ് വാദിക്കുന്നത്. പ്രോസിക്യൂഷൻ കേസ് ദുർബലമാക്കുമ്പോൾ പ്രതികൾ രക്ഷപ്പെടും. അതുതന്നെയാണ് അയാളുടെ കാര്യത്തിൽ സംഭവിച്ചത്. ആദ്യ 2 കേസിലും അയാൾ രക്ഷപ്പെട്ടു. കാരണം പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടില്ല. വർഷങ്ങളുടെ കാലഘട്ട അന്തരം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം സംഭവത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഏതെങ്കിലും ഇരകൾ ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ തേടി പോലീസ് ഇറങ്ങി. അതായിരുന്നു ആത്മാർത്ഥത. പക്ഷേ രഞ്ജിത്തിനെതിരെയുള്ള കേസന്വേഷണം ഒരിടത്തും എത്തിയില്ല. ഈ കഴിഞ്ഞ ദിവസം ബംഗാളി നടി പറഞ്ഞു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കർമ്മയാണെന്ന്. അതായത് 7 വർഷം സിനിമയിൽ നിന്ന് മാറി നിന്ന രഞ്ജിത്ത് ഒരു കാരവനൊക്കെ വാടകയ്ക്കെടുത്ത് ഉദയംപേരിൽ ആഘോഷമായ സിനിമ ഷൂട്ടിംഗ് ഒക്കെ പുതുമുഖങ്ങളാണ്. അവിടെ ഒരു യുവനടി അഭിനയിക്കാൻ എത്തുന്നു. അത് ആ യുവതിയുടെ മുഖം മരമോന്തയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വിശേഷണം. എന്തായാലും രഞ്ജിത്ത് കാരവനിലേക്ക് വിളിപ്പിച്ച് വരുത്തുന്നു. അവിടെ വെച്ച് കയറി പിടിക്കുന്നു. സംഗതി ചലാപളവായി. യുവതി പൊട്ടിക്കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ആ സെറ്റിലുണ്ടായിരുന്നവർ പെട്ടെന്ന് ഈ സംഭവം അറിയുന്നു. യുവതിയുടെ മാനസിക നില തെറ്റി കൗൺസിലിങ്ങിന് വിധേയയായി. ഈ യുവതി ഒടുവിൽ കൗൺസിലിംഗ് കഴിഞ്ഞ് അവരുടെ പ്രേരണയോടെ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു. അങ്ങനെയാണ് ഈ പരാതി പോലീസിലെത്തുന്നത്. പക്ഷെ അവിടെ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. പോലീസ് കൃത്യതയോടെ അന്വേഷിച്ചു ഇത് വാസ്തവമാണോ. കാരണം ഇതിൽ കാലവിളംബരമില്ല. പോലീസ് ഇന്നലെ പറയുന്നത് കേട്ടില്ലേ? ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു പത്രസമ്മേളനം ഞാൻ കേട്ടു. അക്ഷരാർത്ഥത്തിൽ പോലീസ് ഉറപ്പിച്ച് പറയുകയാണ്, ഞങ്ങൾ അന്വേഷിച്ചു, ആരോപണത്തിൽ കഴമ്പുണ്ട്. യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്നതിന് അവിടെ അതിനകത്ത് CCTV ഇല്ല. പക്ഷേ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്ന ദൃശ്യങ്ങൾ പുറത്തെ CCTVയിലുണ്ട്. പുറത്തത് സെറ്റിലുണ്ടായിരുന്നവരൊക്കെ ഇത് കണ്ടു. അപ്പോൾ ഇതിന് സാക്ഷികളുമുണ്ട്. അവിടെ രഞ്ജിത്തിനെ പോലെ ഒരാളെ സഹായിക്കാൻ ബോബി കുര്യനെ പോലെയുള്ളവർ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ബോബി കുര്യൻ വിദേശത്തൊക്കെ പോകുമ്പോൾ മോഹൻലാലിനൊക്കെ വേണ്ട ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്ന ഒരു വലിയ കഥാപാത്രമാണ്. ഒക്കെ വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ പുതിയ കഥാപാത്രങ്ങൾ വരികയാണ്. ഒരു സഹസംവിധായിക ശാലിനി, അങ്ങനെ പലരും. ഇവിടെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, പിന്നീടുള്ള തുടർ നടപടികൾ നമ്മളൊന്ന് പരിശോധിക്കണം. അവിടെയാണ് എല്ലാ ഇരുമ്പുമറയും പൊട്ടിച്ച് ഉദ്യോഗസ്ഥർ സ്വതന്ത്രരായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ സ്വതന്ത്രരായി, IAS ഉദ്യോഗസ്ഥർ സ്വതന്ത്രരായി, സെക്രട്ടേറിയറ്റിനുള്ളിലെ ജീവനക്കാരിൽ ഭൂരിഭാഗവും CPM യൂണിയനിൽപ്പെട്ടവരാണ്, അസോസിയേഷനിൽപ്പെട്ടവരാണ്. പക്ഷേ അവർക്ക് ഒരു ദീർഘനിശ്വാസം വിടാനുള്ള ഒരു സാഹചര്യം കിട്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വീട്ടിൽ, രമേശ് ചെന്നിത്തലയുടെ വീട്ടിലൊക്കെ കാണുന്ന IASകാരെയാണ്. അടുത്ത മന്ത്രിസഭ വരുമ്പോൾ നല്ലൊരു പ്ലേസ്മെൻറ്റ് വേണം, നല്ല ട്രാൻസ്ഫർ വേണം. അങ്ങനെ വലിയ തിക്കും തിരക്കുമാണ്. ഇതിനർത്ഥം ഈ നാട്ടുഭരണം ഇടിഞ്ഞ് പൊടിഞ്ഞ് താഴെ വീണു. അതുകൊണ്ടാണല്ലോ തൊടുപുഴയിൽ നിന്ന് പോലീസ് നേരെ തൊടുപുഴയിലേക്ക് വന്ന ആ പോലീസ് സംഘത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. ഒന്ന്, ആ കേസ് രജിസ്റ്റർ ചെയ്ത വനിതാ പോലീസ് സ്റ്റേഷനിൽ സംഘാംഗങ്ങളുണ്ട്, SIT ടീം അംഗങ്ങളുണ്ട്, പ്രത്യേക ഷാഡ പോലീസ് സംഘമുണ്ട്. അപ്പോൾ 3 യൂണിറ്റിനെയാണ് കൊച്ചിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് അയച്ചത്. തൊടുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർക്കശ നിർദ്ദേശം നൽകിയിരുന്നു. അയാളെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് അത്ര പ്രദർശിപ്പിക്കുകയൊന്നും വേണ്ട, കാരണം അയാൾക്ക് പറയാൻ വലിയ സ്പേസ് കൊടുക്കേണ്ടെന്നുള്ള അർത്ഥത്തിൽ. പോലീസ് പിടിക്കുമ്പോൾ അയാൾ വലിയ ധാർഷ്ട്യത്തിലായിരുന്നു. കോളൊക്കെ വരും, അവരിടപെട്ടുള്ളൂ എന്നുള്ള ഒരു ധാർഷ്ട്യമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പഴയ SFIക്കാരൻ്റെ ധാർഷ്ട്യം ആദ്യം തന്നെ വീണുടഞ്ഞു. പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ധാർഷ്ട്യമൊക്കെ പോയി കൂമ്പൊടിഞ്ഞു. രോഗിയാണ്,
എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, നട്ടലിനെ ശസ്ത്രക്രിയ ചെയ്തതാണ്, ലിവർ മാറ്റിവെച്ചതാണ്, കരച്ചിൽ. മജിസ്ട്രേറ്റിന് മുന്നിലെത്തുന്നു. പോലീസാണ് വെപ്രാളം പിടിച്ച് ഇതെങ്ങനെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചു എന്നത് തന്നെ വലിയ കഥയാണ്. കൊച്ചിയിലെത്തിയ രഞ്ജിത്തിനെ നേരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു വൈദ്യപരിശോധനയ്ക്ക്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ECGയിൽ വ്യത്യാസമുണ്ട്, രക്തസമ്മർദ്ദം കൂടിയിരിക്കുന്നു, സാധാരണഗതിയിൽ അപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യണം. പക്ഷേ പോലീസിന് അപകടം അറിയുക, കാരണം പോലീസ് സ്വതന്ത്രരായി, ആരെയും പേടിക്കാനല്ലോ. പിണറായി വിജയനൊന്നും വിളിച്ചു നോക്കില്ല. അഥവാ വിളിച്ച് പോലീസിനോട് ഇത്തരം ഒരു കാര്യം ചോദിച്ചു എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ഒരാൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധപ്പെടാൻ കഴിയില്ല, DGP ഓഫീസിൽ ബന്ധപ്പെടാൻ കഴിയില്ല. വല്ലാത്ത കുരുക്കിലായിപ്പോയി. അങ്ങനെ പോലീസ് ഡോക്ടറോട് പറഞ്ഞു ഇത് എത്ര സമയം കൊണ്ട് ഇയാൾക്ക് ചികിത്സ കൊടുത്താലൊന്ന് നോർമലാവും. പോലീസ് 5-6 മണിക്കൂർ മതി. അങ്ങനെ രാത്രി 12 മണിക്ക് തൊടുപുഴയിൽ നിന്ന് അവിടെ എത്തിച്ച് വെളുപ്പാങ്കാലിൽ 7 മണിയായപ്പോഴേക്ക് ആശുപത്രിയിൽ എല്ലാം നോർമലായി, രക്തസമ്മർദ്ദം നോർമലായി, ECG നോർമലായി. പേടി കാരണം ECG വ്യത്യാസം ഉണ്ടായത്. അങ്ങനെ നേരെ ഇയാളെയും കൂട്ടി വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴിതാ അവിടെ മുഴുവൻ മാധ്യമപ്പട നിൽക്കുന്നു. പോലീസ് നേരെ വണ്ടി നിർത്താതെ ഇയാളെയും കൊണ്ടുള്ള ഊടുവഴിയെല്ലാം കയറി മജിസ്ട്രേറ്റിൻ്റെ വീടാണ് എന്നുകൊണ്ട് വേറൊരു വീടിനും മുറ്റത്ത് പോയി കയറി. അവരന്തം വിട്ടു. രഞ്ജിത്തിനായിട്ട് കുറേ പോലീസുകാർ. അപ്പോഴവത്ത് മനസ്സിലാക്കിയത്. പിന്നെ പുറത്തിറങ്ങി തപ്പിപ്പിടിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ചെന്നു. മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തില്ല. അത് നമുക്കറിയാം. കാരണം മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇനി ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ച. നാളെ ദുഃഖവെള്ളി അവധിയാണ്. ശനിയാഴ്ച ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ഇത്തരമൊരു സംഭവം നടന്ന സ്ഥിതിക്ക് ഇയാളെ പോലീസിന് കസ്റ്റഡിയിൽ കിട്ടണം. കാരണം ഈ സംഭവം ഈ പീഡനം നടന്ന കാരവനൊക്കെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. സൈറ്റിൽ സംഭവ സ്ഥലത്ത് എത്തിക്കണം, കാരവനിൽ അവിടുത്തെ സിറ്റുവേഷൻസ് നോക്കണം, ഈ യുവതി പറഞ്ഞ സംഭവങ്ങളുമായിട്ട് ഇതെല്ലാം കോറിലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ തിങ്കളാഴ്ച ഇതൊക്കെ നടക്കും. 2 ദിവസത്തെ കസ്റ്റഡിക്ക് എന്തായാലും കൊടുക്കുക. അപ്പോൾ ശനി ഞായർ ഈ ദിവസങ്ങളിലൊക്കെ സെല്ലിൽ കിടക്കണം. ഇപ്പോഴും കിടക്കുക. വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കാര്യം നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് പഴയ പോലീസല്ല, ഉദ്യോഗസ്ഥർ പഴയ ഉദ്യോഗസ്ഥരല്ല. എല്ലാം കൈവിട്ടു. പിണറായി വിജയനെ സംബന്ധിച്ച്, ഈ ഭരണകൂടത്തെ സംബന്ധിച്ച് എല്ലാം കൈവിട്ടു. ഇതൊരു പ്രകടമായ ഒരു സംഭവം മാത്രമാണ്. ഇതുപോലെ 100 സംഭവങ്ങളാണിപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നത്. ആഭ്യന്തരമന്ത്രിയൊക്കെ ഇനി അലങ്കാരികമായിട്ട് മാത്രം എവിടെയെങ്കിലും വയ്ക്കാം. ഭരണമൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ നാവിൽ നിന്ന് CPM-ലെ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്നാൽ അത് മറ്റൊരു പ്രതിസന്ധിയല്ലേ? അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇല്ല, രഞ്ജിത്ത് ഇനി അങ്ങനെ ആരെയും വെട്ടിലാക്കാനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ തന്നെ അറസ്റ്റിലാവേണ്ട കഥാപാത്രമായിരുന്നു. ഇത്രയും കാലം രക്ഷപ്പെടുത്തി. പിന്നെ ഈ കച്ചവടത്തിൽ വേറെ കൂട്ടുകച്ചവടമില്ല, വേറെ ആരും ഇല്ല. ഈ കാരവനിൽ ചെന്ന ഒറ്റയ്ക്ക് ഇയാൾ മറ്റൊരു കുട്ടിയെ വിളിച്ചു വരുത്തുമ്പോൾ അയാൾ മാത്രമേ അവിടെയുള്ളൂ. അതുകൊണ്ട് അതിലൊന്നും സാധ്യതയില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോബി കുര്യനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, ശാലിനിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇതൊക്കെ കൃത്യമായ സൂചനയാണ്. ഒരു പ്രതിയെ സഹായിക്കാൻ ശ്രമിച്ചവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോൾ പഴയതുപോലൊന്നും നടക്കില്ല എന്ന ഒരു ബോധ്യപ്പെടുത്തലാണ് ഇപ്പോൾ രഞ്ജിത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞ ഒരു അസാധാരണ ധാർഷ്ട്യമുള്ളൊരു മാടമ്പിയായിരുന്നല്ലോ. ഇയാൾ സിനിമാ ലോകത്ത് ചെയ്ത നല്ല സംഭാവനകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം, സർഗാത്മകത മാറ്റിവെക്കാം. പക്ഷെ അതിനപ്പുറത്ത് വ്യക്തിജീവിതത്തിൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ, ആ പെരുമാറ്റത്തിലെ വൈരുദ്ധ്യങ്ങൾ, ഇതൊന്നൊരു ബുദ്ധിജീവിയുടെ പരിവേഷം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തെ മറ്റൊരു തരത്തിൽ കാണുന്നത്. ഇത് പോലീസിൻ്റെ കൃത്യമായ ഇടപെടലാണ്, ഉദ്യോഗസ്ഥരുടെ ഒരു മനോഭാവം മാറിയതിൻ്റെ ഒരു പ്രകടമായ ലക്ഷണമാണ്. ഇവിടെ ഇപ്പം ഈ രഞ്ജിത്തുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ പോലീസും ഉദ്യോഗസ്ഥരും ഒക്കെ മാറി ചിന്തിച്ച് തുടങ്ങിയതിൻ്റെ ഫലമാണല്ലോ രഞ്ജിത്തിന് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്ക് വീട്ടാൻ ഒരുപാടുണ്ടാകും. കാരണം ഈ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ തന്നെയും ഈ CPM-കാർക്കും DYFI SFI-കാർക്കും ഒക്കെ പോലീസിനെ വിരട്ടാൻ ഒരു മുഷ്ക് കൂടുതലാണ്. അവർക്കതൊരു എന്തോ ഒരു ഹരം പോലെയാണ്. പല പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും പോലീസിൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ബാറ്റിലൊക്കെ മേടിച്ച് തിരിച്ച് പോലീസിനെ അടിക്കുന്ന കുട്ടി സഖാക്കളെയും മുതിർന്ന സഖാക്കളെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ MM മണിയൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് അവിടുത്തെ IAS-കാരെയും അവിടെ ദേവികുളത്തേക്ക് ഇരിക്കുന്ന IAS-കാരെയും ഒക്കെ പച്ചയ്ക്ക് വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല, മറ്റൊരു വശത്തേക്ക് വരികയാണെങ്കിൽ ഈ പിണറായി തന്നെ വേട്ടയാടി എത്രയോ ഉദ്യോഗസ്ഥരുടെ ചരിത്രവും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ജേക്കബ് തോമസ്, TP സെൻകുമാർ, അവർക്കൊക്കെ ഇതൊരു ആവേശമായിരിക്കാം. തീർച്ചയായിട്ടും. കാരണം ഇത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇനി കയറും പൊട്ടിച്ച് അവർ ചാടും എന്ന് മാത്രമല്ല, പല സാധനങ്ങളും എടുത്ത് പുറത്തേക്കിടും.
ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരിടത്ത് പോലും പോലീസിന് മേൽ കുതിര കയറുന്ന ഒരു DYFI ഗുണ്ടയെ നമ്മൾ കാണുന്നില്ല, ഒരു CPM-കാരനെ നമ്മൾ കാണുന്നില്ല. എന്തായാലും ഇതൊരു ചേഞ്ചാണ്, ടോട്ടൽ ചേഞ്ചാണ്. അതിൻ്റെ തെളിവുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഈ പല വേദികളിലേക്ക് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. രഞ്ജിത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഈ IFFK വേദിയിലൊക്കെ ഈ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുൻപിലിരുന്ന് കൂവുന്നവരെ രഞ്ജിത്ത് അങ്ങോട്ട് കയറി ആക്രോശിക്കുകയും കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇവരുടെയൊക്കെ പേരുകൾ പരാമർശിക്കുന്ന പലതും ആ പേജുകളിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. ഈ പറയുന്ന ഈ അധികാരമാറ്റമുണ്ടായാലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്കിപ്പോഴും ഉറപ്പിച്ചു പറയാൻ സാധിക്കും? അതൊന്നും പറയാൻ കഴിയില്ല. കാരണം പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടി ഇവരുടെ എല്ലാ ഇറമൂളിയല്ലേ, മുകേഷിൻ്റെ ഏറ്റവും വലിയ ആരാധകനല്ലേ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എൻ്റെ പൃഷ്ഠം ചൊറിഞ്ഞാൽ ഞാൻ നിൻ്റെ പൃഷ്ഠം ചൊറി എന്നുള്ള മട്ടിലാണ് ഇവരുടെയൊക്കെ നിപ്പ്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി ഒരു അന്വേഷണമൊന്നും നടക്കത്തില്ല. കാരണം അതൊക്കെ കുഴിച്ചു മൂടപ്പെട്ടു. അതിന് മുന്നിൽ വമ്പൻ ഡീലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ കരുതുന്നതിനപ്പുറം വലിയ ഡീലുകൾ നടന്ന ഒരു സംഭവം അത്. സിനിമക്കാരെന്ന് പറയുന്നത് അത്ര നിസ്സാരരല്ല. അവർക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം. ഇത് മാത്രമല്ല, ഈ സിനിമാക്കാർ ഈ 10 വർഷമായിട്ട് ഈ സിനിമാക്കാരിൽ പലരും CPM-കാരായിട്ടുള്ളവർ കൊമ്പും കുലുക്കി നടന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു അവസ്ഥയും പരിതാപകരമായി മാറുമോ എന്നുള്ളത്. പക്ഷേ ഇവരെ ഒന്നും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ, ഈ സംവിധാനമൊക്കെ ഉള്ളം കയ്യിലെടുത്ത് കൃത്യതയോടെ അന്വേഷണം നടത്താൻ എത്രമാത്രം പ്രാപ്തി ഇനി വരുന്ന ഭരണകൂടത്തിനുണ്ടെന്ന് നമുക്കറിയില്ല. അതൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും രഞ്ജിത്ത് ഒരു പ്രതീകമാണ്, വീഴ്ചയുടെ ഒരു പ്രതീകമാണ്. ഇനി ഒരു ഉയർച്ച ഉണ്ടാകുമോ രഞ്ജിത്തിനെ സംബന്ധിച്ച് സർഗാത്മകത നമുക്കൊരിക്കലും അതിനെ കുഴിച്ചു മൂടാൻ കഴിയില്ല. പക്ഷേ അയാളുടെ വ്യക്തി ജീവിതം, വ്യക്തി എന്ന അല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ പറയുന്ന പോലെ പണ്ടത്തെ ഈ പുരുഷാധിപത്യ സിനിമകൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊക്കെ ചോദ്യം ചെയ്യപ്പെടില്ല. ഇനി അതിന് വലിയ സ്കോപ്പ് ഉണ്ടോ? അല്ല, പുരുഷാധിപത്യം, സ്ത്രീ ചൂഷണ വിഷയങ്ങൾ, ഇതൊക്കെ അയാൾ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് നിത്യജീവിതത്തിൻ്റെ ഒരുപാട് സ്പർശമുള്ള ഇന്ത്യൻ റുപ്പി നമുക്കറിയാം, പുണ്യാളം കഥ, അങ്ങനെ ധാരാളം സ്പിരിറ്റ്, ഇത്തരം പല സിനിമകളും കഥാപാത്രം നായക വേഷത്തിലെ കഥാപാത്രം ജീവിതത്തിൽ നിന്ന് കഥാപാത്രത്തിലേക്കുമൊക്കെ പരകായ പ്രവേശം നടത്തിയ സിനിമ അനുഭവങ്ങളാണ്. അതിനെ നമ്മൾ നിസ്സാരമായി കരുതേണ്ട. പക്ഷെ അതിലപ്പുറം വ്യക്തിപരമായി ഇയാളെ സ്വാധീനിച്ചത് ഒരു പക്ഷേ CPM ആയതുകൊണ്ടാവാം, വ്യക്തിപരമായി വലിയ വീഴ്ചയായിപ്പോയി. രഞ്ജിത്തിൻ്റെ വിഷയത്തിൽ സർക്കാരിനും ഇനി അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥരും ഈ പറയുന്നത് പോലെ മോളിൽ നിന്ന് വിളിക്കും എന്നൊക്കെ പറയുമ്പോഴും അത് കേട്ട് നിൽക്കാൻ പോലീസിനെയും ഇനി കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.